രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബഡ്ജറ്റും അവതരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോഴും മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ സമരത്തിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. നമുക്കൊപ്പം KGMSTയുടെ സംസ്ഥാന അധ്യക്ഷ കൂടിയിട്ടുള്ള റോസ്ന ബീഗം ചേരുന്നുണ്ട്. ഡോക്ടർ, കഴിഞ്ഞ കുറച്ച് നാളായിട്ട് ഇപ്പോൾ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇന്നത്തെ ബഡ്ജറ്റ് വലിയ പ്രതീക്ഷയോടുകൂടിയാണ് നോക്കിക്കണ്ടത്, അല്ലേ? അതെ അതെ, തീർച്ചയായും. ഞങ്ങൾ ഇത്രയധികം പ്രശ്നങ്ങൾ ഉയർത്തിയപ്പോൾ അതനുസരിച്ച് ബഡ്ജറ്റിൽ അതിനുള്ളൊരു അലൊക്കേഷൻ ഉണ്ടാവും എന്നുള്ളതായിരുന്നു ഞങ്ങളുടെ പ്രതീക്ഷ. പക്ഷേ ആ പ്രതീക്ഷയ്ക്കൊത്ത് ഉയരാൻ ഈ ബഡ്ജറ്റിന് കഴിഞ്ഞില്ല എന്നുള്ളത് ശരിക്കും ഖേദകരമാണ്. കുട്ടികളുടെ ഒരു പിന്തുണ കൂടി ഈ സമരത്തിനുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകതയും. കാരണം അവർക്ക് വളരെ വ്യക്തമായിട്ട് എന്താണ് ഇതിലെ പ്രശ്നങ്ങൾ എന്നുള്ളതും നാളെ അവർ ഞങ്ങളെക്കാളും അധികം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ആ റിയാലിറ്റി അവർ മനസ്സിലാക്കി കഴിഞ്ഞു. അതുകൊണ്ടാണ് അവർ ഞങ്ങളോടൊപ്പം നിൽക്കുന്നത്. ഞങ്ങളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശിക 10 വർഷം മുന്നേ ഉള്ള സാധനമാണ്. 2016, അതായത് അത് കഴിഞ്ഞ് 2 ബജറ്റാണ് ഇത്. എത്രയായി, 10ാമത്തെ ബജറ്റായിരിക്കാം. പക്ഷേ ഇതിലൊന്നും ഞങ്ങളുടെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയ്ക്കോ അതിനുള്ളൊരു പരിഹാരമോ ഒന്നും തന്നെ വന്നിട്ടില്ല. അതുപോലെ തന്നെ നിങ്ങളിത് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ മാനവശേഷിക്ക് വേണ്ടി എന്ത് അലൊക്കേഷനാണ് ഇതിലുള്ളത്? ധനവകുപ്പ് മന്ത്രിയോട് ചർച്ച ചെയ്താണ് ഏറ്റവും ഒടുവിൽ. ആരോഗ്യവകുപ്പ് മന്ത്രിയോട് ചർച്ച നടത്തി. ധനവകുപ്പ് മന്ത്രി പിന്നീടൊരു ഉത്തരവ് കൊണ്ടുവന്നിരുന്നു. അത് പര്യാപ്തമല്ല എന്നുള്ളതും അതിനപ്പുറം നിങ്ങളുടെ കണ്ണിൽ പൊടിയിടുന്ന ഒരു രീതിയിലുള്ള ഒരു ഉത്തരവ് കൂടിയായിരുന്നു അത്. അതെ, ഞങ്ങളുടെ പ്രധാന ആവശ്യങ്ങളിൽ ഒന്ന് ആയിരുന്നു അത് എൻട്രി കേഡർ കറക്ഷൻ. പക്ഷേ അതിലെ ഉത്തരവ് വന്നപ്പോൾ അസോസിയേറ്റ് പ്രൊഫസർമാരായവർക്ക് ആർക്കും തന്നെ അതിൽ ബെനിഫിറ്റ് ഇല്ല. ആ തുകയെന്ന് പറയുന്നത് വളരെ ചെറിയ, ഞങ്ങൾ പറഞ്ഞ ആ പേ ഡ്രോപ്പ് വെച്ച് നോക്കിയാൽ അതിൻ്റെ 1/3 അല്ലെ 1/4 കറക്ഷൻ പോലും വരാത്ത രീതിയിലും ബേസിക് പേയിൽ ഒരു തരത്തിലും അറ്റാച്ച്മെൻറ്റ് വരാത്ത രീതിയിലുമുള്ള ഒരു അലവൻസാണ്. അപ്പോൾ ആ അലവൻസ് വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ കിട്ടുകയുള്ളൂ. ഇനി ജോയിൻ ചെയ്യുന്നവർക്ക് കിട്ടുകയില്ല. അപ്പോൾ ഇനിയുള്ള ശമ്പള പരിഷ്കരണത്തിൽ പരിഗണിക്കാം എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിലൊരു ഉറപ്പും അവിടെ വരുന്നില്ല. അതുപോലെ തന്നെ ശമ്പള കുടിശ്ശിക 5 വർഷത്തോളം ഉള്ള ശമ്പള കുടിശ്ശികയാണ്. 5 പൈസയ്ക്കുള്ള ഒരു അലൊക്കേഷനോ അല്ലെങ്കിൽ ഒരു പ്രഖ്യാപനമോ ഒന്നും തന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല. മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ വലിയൊരു വോട്ട് ബാങ്ക് അല്ല എന്ന് കണക്കാക്കിക്കൊണ്ടാണോ ഈ ബഡ്ജറ്റ് ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത്? ഞങ്ങൾ ഒരു 2500ഓളം ഡോക്ടർമാരോ അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബക്കാരോ ഒക്കെ കൂടി ചേർന്നാൽ പോലും ഒരു വ്യത്യാസം ഉണ്ടാവില്ല എന്നുള്ളൊരു തോന്നലായിരിക്കാം. പക്ഷേ ഇത്രയും മെഡിക്കൽ കോളേജിൽ എന്തുമാത്രം സ്റ്റുഡൻസും കൂടെ പഠിക്കുന്നുണ്ട്. ഈ സ്റ്റുഡൻസ് എല്ലാം 18 വയസ്സ് കഴിഞ്ഞവരാണ് ഇവിടെ വരുന്നവരും. അപ്പോൾ ഇവരും എല്ലാം ഇതിപ്പം മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചികിത്സയുടെ കാര്യത്തിൽ തന്നെ കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് 800 കോടി അലൊക്കേറ്റ് ചെയ്തിരിക്കുന്നു. ഒരു മെഡിക്കൽ കോളേജിൻ്റെ തന്നെ ഇപ്പോഴുള്ള വായ്പ കൊടുത്ത് തീർക്കാനുള്ള നോക്കിക്കഴിഞ്ഞാൽ 200 കോടിയോ അതിലധികമോ വരും ഓരോ മെഡിക്കൽ കോളേജസിനും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് കടം തിരിച്ചടയ്ക്കാനുള്ള അലൊക്കേഷൻ പോലും ഇല്ല. പിന്നീട് എങ്ങനെയാണ് ഈ മുന്നോട്ട് പോകുന്നത്? അപ്പോൾ വീണ്ടും കടത്തിലേക്ക് തന്നെയല്ലേ ഓരോ മെഡിക്കൽ കോളേജും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഒരു ചുരുങ്ങിയത് 1500 അതിൽ കൂടുതൽ ഉണ്ടെങ്കിൽ കടം തന്നെ തീർക്കാൻ പറ്റുള്ളൂ. വളരെയധികം ഒരു ഡിഫറൻസ് എന്ന് പറയാനായിട്ട് ഈ ഒരു ബജറ്റിൽ കാര്യമായിട്ടില്ല. ഇപ്പോൾ നിങ്ങൾ വിളിച്ച മുദ്രാവാക്യം പോലെ പ്രളയകാലത്തും കേരളം മൊത്തം കൊട്ടിഘോഷിച്ചത് ഡോക്ടർമാരെയാണ്. അതിനപ്പുറം കോവിഡ് എന്ന് പറയുന്ന മഹാമാരിയെ പിടിച്ചു കെട്ടി അത് വെച്ചുകൊണ്ടാണ് രണ്ടാം പിണറായി സർക്കാർ തുടർഭരണത്തിലേക്ക് എത്തുന്നത് തന്നെ. പക്ഷേ ഡോക്ടർമാരോട് എന്താണ് ഇങ്ങനെ തുടർച്ചയായിട്ട് ഇങ്ങനെ ഒരു അവഗണന സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുമ്പോൾ മറ്റെന്തെങ്കിലും കാണുന്നുണ്ടോ? അല്ല, ഇത് എന്ത് അവഗണന കാണിച്ചാലും ഈ ആശുപത്രികൾ നടന്നു പോകുന്നുണ്ട്, അല്ലേ? ഇവിടെ ജനത്തിന് പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നും വരാറില്ല. കാരണം ഞങ്ങൾ പഠിച്ചത് അതാണ്. അപ്പോൾ ഞങ്ങളുടെ എത്തിക്സ് വിട്ട് ഞങ്ങൾ ചെയ്യില്ല എന്നുള്ളൊരു ഉറപ്പാണ്. അപ്പോൾ അത് ഞങ്ങൾ ചൂഷണം ചെയ്യുകയാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഞങ്ങൾ കണ്ടിന്യൂസ് നിരാഹാര സമരത്തിലും ചട്ടപ്പടി സമരം നോൺ കോപ്പറേഷനും എല്ലാം കണ്ടിന്യൂ ചെയ്യുകയാണ്. നെക്സ്റ്റ് വീക്ക് മൺഡേ മുതൽ ഞങ്ങൾ കണ്ടിന്യൂസ് OP ബോയ്ക്കോട്ടിലേക്ക് നീങ്ങുകയാണ്. അതായത് തുടർച്ചയായിട്ട് പിന്നെ OP ഉണ്ടാവില്ല. OPയിൽ എമർജൻസീസ് മാത്രമേ ഫങ്ഷൻ ചെയ്യുകയുള്ളൂ. നെക്സ്റ്റ് വീക്ക് തൊട്ട് ഇലക്റ്റീവ് സർജറീസും ബാക്കി ഇലക്റ്റീവ് പ്രൊസീജിയേഴ്സും എല്ലാം തന്നെ ബോയ്ക്കോട്ട് ചെയ്യാനാണ് ഞങ്ങളുടെ തീരുമാനം. ഇതിനകം ഒരു തീരുമാനം ഉണ്ടായില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇതുമായി ശക്തമായി മുന്നോട്ട് പോകാനാണ്. ഈ ബഡ്ജറ്റ് പ്രഖ്യാപനത്തിലെങ്കിലും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. ആ പ്രതീക്ഷയാണ് ഇപ്പോൾ അസ്തമിച്ചിരിക്കുന്നത്. എന്തായാലും സർക്കാർ ഉടനകം അവരുടെ ആവശ്യങ്ങളിൽ ന്യായമായിട്ട് എന്താണ് അവർ ആവശ്യപ്പെടുന്നത് അത് കൃത്യമായിട്ട് ഇടപെടൽ നടത്തണമെന്നാണ് ഇപ്പോൾ റോസ്ന ബീഗം ആവശ്യപ്പെട്ടിരിക്കുന്നത്. വീഡിയോ ജേർണലിസ്റ്റ് വിപിൻ ചെങ്ങലിനൊപ്പം റിപ്പോർട്ടർ അരുൺ സോളമൻ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.